അപ്പൊ നമ്മുടെ സോപ്പുകളൊക്കെ നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ലാവൻഡർ സോപ്പ്. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നാകെ തിളങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ഓണം കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഏലക്കത്താലി, അതുപോലെ തന്നെ ഈ ചുമുക്ക് നോക്കി എന്തൊരു രസമല്ലേ കാണാനായിട്ട്. ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. ഒരുപാട് ചുമുക്കുകളും അതുപോലെ തന്നെ നമുക്ക് ഇളക്കത്താലികളും ചെറിയ ചെറിയ ചെയിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ ലാവൻഡർ സോപ്പാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകളും നിങ്ങൾ ലൈക്കായിട്ടും അതുപോലെ തന്നെ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ ഗ്ലിസറിന്റെ സോപ്പ് ബേസ് കേട്ടോ. നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എസപ്രി ആയിട്ടുള്ള ബേസ് ആണ്. അപ്പൊ നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതേ കണ്ടില്ലേ, നല്ല സൂപ്പർ ബേസ് ആണ് കേട്ടോ. ഞാൻ കൂടുതലും ഗ്ലിസറിന്റെ സോപ്പ് ബേസിലാണ് സോപ്പുകൾ ഉണ്ടാക്കാറുള്ളത്. നല്ല കട്ടിയും അതുപോലെ തന്നെ പതിയൊക്കെ ഉള്ള ബേസ് ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുകയും ചെയ്യും ഈ ബേസിൽ നമ്മൾ സോപ്പ് മേക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ലാവൻഡറിന്റെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 0.5 ml ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ 0.1 ml ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നല്ല രീതിയിൽ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 5 ml നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റഡ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 6 തുള്ളിയാണ് കേട്ടോ. 6 തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലാവൻഡറിന്റെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു 2-3 തുള്ളി ലാവൻഡർ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ലാവൻഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ഓൾറെഡി എസെൻഷ്യൽ ഓയിലിന്റെ മണം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കുറവാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലിപ്പോ നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനുള്ള കാരണമാണ് കേട്ടോ ഇതിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. എസെൻഷ്യൽ ഓയിൽ മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിനി മോൾഡിലേക്ക് ഒഴിക്കാമേ. അപ്പൊ നമുക്ക് ഓരോ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് മാറ്റി കൊടുക്കാമേ. നിങ്ങൾക്ക് ഈ സോപ്പ് മേക്കിംഗ് കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ 22 ടൈപ്പോളം സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ 90 ഗ്രാം വെച്ചിട്ടാണ് സോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുമ്പോഴേക്കും ആ ബബിൾസ് ഒക്കെ പൊട്ടി പോകുന്നുണ്ട്. അപ്പൊ നല്ല ഫിനിഷ് ആയിട്ട് നമ്മുടെ സോപ്പിന്റെ ബാക്ക് സൈഡ് കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പ് എടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാം കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ലാവൻഡർ കളർ സോപ്പ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ലാവൻഡറിന്റെ. അപ്പൊ നമുക്ക് എല്ലാം മോൾഡിൽ നിന്ന് എടുത്ത് വെക്കാം കേട്ടോ സോപ്പുകള്. അപ്പൊ നമ്മുടെ സോപ്പുകളൊക്കെ നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ലാവൻഡർ സോപ്പ്. അപ്പൊ നമ്മുടെ സോപ്പുകളെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടി. ഇനി നമുക്ക് കവർ ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിംഗ് കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. എക്സ്ട്രാക്റ്റുകൾ, പൗഡേഴ്സ്, ഓയിൽസ്, അതുപോലെ തന്നെ ബേസുകൾ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല നല്ല പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. Bye.